ഇപ്പോൾ 25 കോടിയായാലും 50 കോടിയായാലും വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ആർക്കോണോ തീക്കാം. ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഇതിലൊരു പുതിയ വീടോ പുതിയ കാറോ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എന്തുവേണോ ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആ പൈസ അതേ രീതിയിൽ മാറ്റി വെച്ച് ഓരോ ബിസിനസ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് ഉണ്ടാകുന്നതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എന്തുവേണോ ഇനിയിപ്പോൾ ചെയ്യാം. ഞാനിപ്പോൾ കിട്ടിയ പൈസ അത് കൂട്ടണമല്ല, കുറച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക എല്ലാവരും. നമ്മൾ ആദ്യം ഒരു ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങണം. പിന്നെ നമുക്ക് വേണ്ട ആധാർ, പാൻ കാർഡ്, ലൈസൻസ്, ഇങ്ങനെ ഇത് മാത്രം മതി. വേറെ വലിയ രേഖകളൊന്നും വേണ്ട. പിന്നെ അതിനുശേഷം ബാങ്ക് വരെയാണ് നമുക്ക് പറഞ്ഞു തരുമല്ലോ. പണം അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയായിരുന്നു. നമുക്ക് ഒരു മാസം അതിനകത്ത് വെച്ച് നമ്മൾ അക്കൗണ്ടിൽ പൈസ വരും. അത് നമ്മൾ ഡയറക്റ്റ് ഓഫീസിൽ തന്നെ കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കിട്ടും. ബാങ്ക് വഴിയാണെങ്കിൽ കറക്റ്റ് ഒരു മാസം അതിനകത്ത് വെച്ച് കിട്ടും കയ്യിൽ. ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ തന്നെ തുടർന്ന് പോകാനാണോ താല്പര്യം? അതെ, ഞാൻ മുമ്പേ എനിക്ക് ആഗ്രഹമായിരുന്നു ഹോട്ടൽ ഫീൽഡിലോട്ട് വരണം. അപ്പോൾ ഞാൻ 2 വർഷം വരെ ഒന്നും ചെയ്തിട്ടില്ല. പല രീതിയിൽ സിനിമ ഇതിങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. 2 വർഷം ഞാൻ മൊത്തം സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് ഇതിലോട്ട് ഇറങ്ങിയത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ കടയാണ്. ഇപ്പോൾ 3ാമത്തെ കടയുടെ പണിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ടിങ് വലിയ ശാലയിൽ ഒരു കട തുടങ്ങി, ഒരു ചെറിയ കടയാണ്. അത് തുടങ്ങി മെച്ചം കിട്ടിയതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ മെച്ചം വന്നു തുടങ്ങിയപ്പോൾ ഇപ്പോൾ 3ാമത്തെ കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പോവുകയാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവർക്ക് ഫുഡ് കൊടുത്ത് അവർ കൊള്ളാമെന്ന് പറയണം. ഇതിൽ പൈസയില്ല. കാരണം ഞാൻ എത്ര വർഷം ഇരുന്നാലും ഉണ്ടാക്കണേക്കാട്ടി എനിക്കിപ്പോൾ ദൈവം തന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുത്ത് ഇത് അവിടെ ആയിട്ട് എല്ലാ ജില്ലയിലും തുടങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം. ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരുമായിരുന്നു? ലോട്ടറി അടിച്ചില്ലെങ്കിൽ വരുമായിരുന്നു, പക്ഷേ ഇത്രയും പെട്ടെന്ന് എത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ സാധാരണ എത്തുള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി? ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കൈതമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. കൈതമുക്കിൽ ഹാപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പറയും. എൻ്റെ ഇത് 2ാമത്തെ കടയാണ് ഹാപ്പി റെസ്റ്റോറൻറ്റ്. 1ാമത്തെ കട രുചിക്കട, അത് വലിയ ശാലയാണ്. അതിൻ്റെ അടുത്ത് തന്നെ കിള്ളിപ്പാലത്തൊരു കട വരുന്നുണ്ട്, അത് രുചിക്കടയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.